കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കർത്താവിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഈ ഒരു ദിവസം ഞാൻ വന്നിരിക്കുകയാണ്. ചെറിയൊരു സന്ദേശം, ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് രണ്ട് പദപ്രയോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള രണ്ട് പദപ്രയോഗങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തോന്നിപ്പിച്ച അല്ലെങ്കിൽ ഹൃദയത്തോട് ഇടപെട്ട രണ്ട് പദപ്രയോഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലെ രണ്ട് പദപ്രയോഗങ്ങളാണ്: ഒന്ന് അടിയൻ, രണ്ട് തമ്പുരാൻ. അനേകര് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ് തമ്പുരാനും അടിയനും. ഞാനിങ്ങനെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മലയാളം നിഘണ്ടുവിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അടിയൻ എന്ന വാക്കിന്റെ അർത്ഥം ദാസനെന്നും അടിമയെന്നും തന്നേക്കാൾ മറ്റുള്ളവരെക്കാൾ താൻ താഴെയാണെന്നുള്ള ഒരു അർത്ഥമുളവാക്കുന്ന ഒരു വാക്ക്. തമ്പുരാൻ എന്നുള്ള വാക്ക് പണ്ടുള്ള ഞാൻ തീരെ താണവനാണ്, നിങ്ങൾ എനിക്ക് മുകളിലുള്ള ആളാണ്, സ്വയം അവനവനെ തന്നെ താഴ്ത്തി മറ്റുള്ളവരെ തന്നെക്കാട്ടിലും വലിയ ആൾക്കാരെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു നിലവാരത്തിലാണ് ഈ രണ്ട് പദപ്രയോഗങ്ങൾ. പുതിയ നിയമവിശ്വാസികളായ ദൈവമക്കൾ അറിഞ്ഞോ അറിയാതെ ഈ പദപ്രയോഗങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ തിരുവചന സന്ദേശങ്ങളിലൊക്കെ കേൾക്കാം. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്കിലും ദൈവാത്മാവ് തിരുവചനവുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമ വിശ്വാസപ്രകാരം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ ഒരു നിലവാരത്തിലുള്ള ചിന്തയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ആലോചനയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ഈ രണ്ട് പദപ്രയോഗങ്ങൾ പറഞ്ഞ് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് ഞാൻ പറയാം: നിങ്ങളും ദൈവവുമായി ഒരു ഗ്യാപ്പ്, ഒരു വിടവുണ്ട്. അത് ഉറപ്പാണ്. കാരണം ഈ പദപ്രയോഗങ്ങൾ വലിയൊരു വിടവിനെ കാണിക്കുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ്. അത് തിരുവചനത്തിൽ ഇങ്ങനൊന്നുമല്ല ദൈവമക്കളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് വെളിപ്പാടിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ നാവിൽ നിന്ന് മാക്സിമം ഇങ്ങനെയുള്ള വാക്കുകൾ വരാതിരിക്കുകയാണ് നല്ലതെന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് നമുക്ക് തെളിവ് വേണമല്ലോ, തെളിവ് അത്യാവശ്യമാണ്. അതിന് ഒരു വചനം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു: എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പിതാവിൽ നിന്ന് കേട്ടത്, അതായത് നിത്യതയെക്കുറിച്ചുള്ള ദൈവിക കാര്യങ്ങൾ സകലതും നിങ്ങളോട് ഞാൻ അറിയിച്ചത് കൊണ്ട് നിങ്ങൾ ഇനി ദാസന്മാരല്ല. ആ ഒരു നിലവാരത്തിൽ ഞാൻ ഇനി നിങ്ങളെ കാണുന്നു. പകരം തന്നെ സ്നേഹിതന്മാർ എന്ന നിലവാരത്തിലാണ് ഇനി മുതൽ ദൈവമക്കളും ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് കർത്താവോടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത തെളിവ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുക്കും. നോക്കിക്കൊണ്ട് എത്ര വലിയ ബന്ധമാണ്! ഇവിടെ ദാസനെന്നോ അടിമയോ അടിയനോ തമ്പുരാനോ ഉള്ളൊരു ബന്ധമല്ല അവിടെ കൊടുത്തിരിക്കുന്ന ബന്ധം. ഒന്ന് അപ്പനും മകനും തമ്മിലുള്ള ബന്ധം, രണ്ട് സ്നേഹിതൻ എന്നുള്ള ബന്ധം. ഒരു അസാധാരണമായ അല്ലെ അഗാധമായ ഭയങ്കരമായ ഒരു ബന്ധം. ഇനി അനേക ബന്ധങ്ങളുണ്ട് ദൈവവചന പ്രകാരം. അല്ല, ഈ രണ്ട് ബന്ധങ്ങൾ ഈ പദപ്രയോഗമായിട്ട് ഞാനൊന്ന് ചേർത്ത് വെച്ച് പറയുന്നതേ ഉള്ളൂ. ഈ രണ്ട് പദപ്രയോഗങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ വചനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കി പോവുക എന്നുള്ളത് ഏറ്റവും അനുയോജ്യമാണ്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ നമ്മെ കാണുവാനാണ്. നമ്മളും അങ്ങനെ തന്നെ പിതാവ് എന്നുള്ള ബന്ധത്തിൽ ദൈവവുമായിട്ട് ഇടപെടുവാനാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി ഇതിൻ്റെ അകത്തുള്ള അവസാനം നമ്മൾ വെളിപ്പാട് പുസ്തകം അവിടെ നോക്കിക്കഴിഞ്ഞാൽ
എല്ലാ കാലഘട്ടവും കഴിഞ്ഞ് കർത്താവ് അവിടെ പുതിയ യെരൂശലേമും നിത്യതയുമായിട്ടുള്ള ബന്ധത്തിൽ 21-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ആരുടെ കൂടെ? ദൈവത്തിനൊരു ഇരിപ്പിടം വേറെ, മനുഷ്യന് വേറൊരു സ്ഥലം. അങ്ങനെയല്ല, ദൈവവും മനുഷ്യനുമായി ചേർന്നിരിക്കുന്ന ഒരു സ്നേഹബന്ധം. ഈ ഒരു ബന്ധത്തിലാണ് ഈ കാലഘട്ടത്തിൽ കൃപായുഗത്തിൽ ദൈവവുമായി നമ്മൾ ബന്ധപ്പെട്ട് പോകുവാനായിട്ട് ഇന്ന് ഈ സന്ദേശം മുഖാന്തരം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ: നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സ്നേഹിതന്മാരാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള അസാധാരണമായ ബന്ധം, അത് ദാസൻ എന്നുള്ള ബന്ധമല്ല, അടിമ എന്നുള്ള ബന്ധമല്ല, അടിയൻ എന്നുള്ള ബന്ധമല്ല, തമ്പുരാൻ എന്നുള്ള ബന്ധമല്ല. ദൈവം നമ്മളുടെ അപ്പനാണ്, നമ്മളുടെ രാജാവും കർത്താവുമായിരിക്കെ തന്നെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നമ്മെ നോക്കി വിളിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് മകനെ എന്നുള്ള ആ ഒരു വിളിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ മെസ്സേജ് ഇവിടെ നിർത്തുമ്പോൾ, ഇതുവരെ തമ്പുരാൻ അടിയൻ പറഞ്ഞിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കുക. ഇതുപോലുള്ള അനേക പദപ്രയോഗങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട്, തിരുവചനത്തിലല്ല, നമ്മുടെ പ്രാർത്ഥനകളിലെ, നമ്മുടെ വാക്കുകളിലെ, മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലൊക്കെ ഒത്തിരി നാം നമ്മെ തന്നെ താഴ്ത്തി കെട്ടി, ഞാൻ എളിയവനാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ ഒന്നുമില്ലാത്ത, ഇങ്ങനെയുള്ള അനവധി വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ അറിയാതെ വചനവിരുദ്ധമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് പറയുന്നുണ്ട്. അത് പറയുമ്പോഴുള്ള ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം ഇങ്ങനെ പറയുന്നു: ജീവനും മരണവും നിങ്ങളുടെ നാവിന്മേലിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് നാക്കുകൊണ്ട് പറയുന്നു, അതിൻ്റെ ഒരു അധികാരം, അതിൻ്റെ ഒരു പവർ രണ്ട് ലോകത്തെ ബാധിക്കുന്നു. രണ്ട് അദൃശ്യ ലോകം നമുക്ക്, ഒന്ന് ദൈവിക രാജ്യം, രണ്ട് പൈശാചിക ലോകം. നമ്മൾ എവിടെ നെഗറ്റീവ് പറയുന്നത്, ഇവിടെ ദൈവഹിതമല്ലാത്ത വാക്കുകളെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളെ, വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അതിനെ ക്യാച്ച് ചെയ്യാൻ, അല്ലെ അതിനെ പിടിച്ചെടുക്കുവാൻ, അതിനെ സ്വീകരിച്ച് ആ ഒരു റൂട്ട് വെട്ടി, അല്ലെ ഒരു വഴി വെട്ടി നമ്മുടെ അടുത്തോട്ട് വരുവാനായിട്ട് ഒരു അദൃശ്യ മണ്ഡലമുണ്ട്. ആ അദൃശ്യ മണ്ഡലമാണ് പൈശാചിക മണ്ഡലം. രണ്ടാമത്, നമ്മൾ പോസിറ്റീവ് നിലവാരത്തിൽ, ദൈവവചനപ്രകാരം, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവവചനപ്രകാരം കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ കൂടെ ദൈവം ഇറങ്ങും, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇറങ്ങും, നമ്മൾ ദൈവരാജ്യത്തിന്റെ അകത്ത് ആകും. അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ പറയുന്നത്: നിങ്ങളെ സ്വർഗ സ്ഥലങ്ങളിലെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? നമ്മൾ എവിടെ ഇരിക്കുന്നത്? സ്വർഗ സ്ഥലങ്ങളിൽ. നമ്മുടെ രാജ്യവും പുരോഹിത വിശുദ്ധ ജനവും പുരോഹിത വർഗവുമാണെന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നത് സ്വർഗ സ്ഥലങ്ങളിലാണ്. വെറുതെ സ്വർഗ സ്ഥലങ്ങളിൽ കയറുവാനായിട്ട് പറ്റത്തില്ല, ദൈവരാജ്യത്തിൽ കയറുവാൻ പറ്റത്തില്ല. പോസിറ്റീവ് എനർജി ആയിട്ടുള്ള, അല്ലെങ്കിൽ ദൈവവചനത്തിനനുസരിച്ചുള്ള ആ വചനങ്ങളെ ക്യാച്ച് ചെയ്ത് അതിനെ സ്വീകരിച്ച് വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നല്ല വാക്കുകളെ പറഞ്ഞ്, നല്ല വചനങ്ങളെ പറഞ്ഞ്, പോസിറ്റീവ് എനർജി ഉള്ള, ദൈവത്തിന് ഇഷ്ടമുള്ള വാക്കുകളെ വചനപ്രകാരം സംസാരിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവരാജ്യത്തിന്റെ അകത്തിരിക്കും. സ്വർഗ സ്ഥലങ്ങളിൽ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. അതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ദൂതന്മാരിറങ്ങും. അസാധാരണമായ ഒരു തലങ്ങളിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇന്ന് ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളം